മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് അടുത്ത മുഖ്യമന്ത്രിയാകും. മുംബൈയിൽ ചേർന്ന പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിൽ ദേവേന്ദ്ര ഫഡ്നാവിസിനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷിയോഗം. ഇരുവരെയും കേന്ദ്ര നിരീക്ഷകരായി പാർട്ടി നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് മാത്രമാണ് ഇനി ശേഷിക്കുന്നതെന്നും പാർട്ടി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞെന്നുമാണ് സംസ്ഥാനത്ത് നിന്നുമുള്ള മുതിർന്ന ബി.ജെ.പി. നേതാക്കളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നാളെയാണ് സത്യപ്രതിജ്ഞ. ഡിസംബർ 5-ന് മുംബൈയിലെ ആസാദ് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് നേതാക്കളുടെയും സാന്നിധ്യത്തിൽ പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി., ശിവസേന, എൻ.സി.പി. എന്നിവർ അടങ്ങുന്ന സഖ്യം വ്യക്തമായ ഭൂരിപക്ഷം നേടിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കം ഉടലെടുത്തതിനെ തുടർന്ന് സർക്കാർ രൂപീകരണം വൈകുകയായിരുന്നു. നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്ക് വീണ്ടും അവസരം നൽകണമെന്ന ആവശ്യവുമായി ശിവസേന രംഗത്തെത്തിയതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. ഒടുവിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ശിവസേനയെ അനുനയിപ്പിച്ചതിന് പിന്നാലെയാണ് ബി.ജെ.പി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലേക്ക് കടന്നത്. ബി.ജെ.പിക്ക് മുഖ്യമന്ത്രി പദം ലഭിക്കുമ്പോൾ ശിവസേനയിൽ നിന്നും എൻ.സി.പിയിൽ നിന്നും ഓരോ ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. എൻ.സി.പിയിൽ നിന്നും അജിത് പവാർ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. എന്നാൽ ശിവസേന ഇതുവരെ തീരുമാനം പുറത്തുവിട്ടിട്ടില്ല. 288 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 230ലും വിജയിക്കാൻ സഖ്യത്തിന് സാധിച്ചിരുന്നു. ബി.ജെ.പി. 132 സീറ്റ് സ്വന്തമാക്കിയപ്പോൾ ശിവസേന 57 സീറ്റും എൻ.സി.പി. 41 സീറ്റും നേടി. അതേസമയം 6-1 ഫോർമുലയുടെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ രൂപീകരണമെന്ന സൂചനകളും വരുന്നുണ്ട്. അതായത് ഒരു പാർട്ടിക്ക് ഓരോ 6 എം.എൽ.എമാർക്കും ഒരു മന്ത്രി എന്ന രീതിയിൽ വീതം വെപ്പുണ്ടാകും. ഈ ഫോർമുല പ്രകാരം ബി.ജെ.പിക്ക് 20 മുതൽ 22 വരെ മന്ത്രി പദവികൾ ലഭിക്കാം. ഏക്നാഥ് ഷിൻഡെയുടെ പാർട്ടിക്ക് 12 സ്ഥാനങ്ങളും എൻ.സി.പിയിലെ അജിത് പവാർ വിഭാഗത്തിന് 9 മുതൽ 10 വരെ മന്ത്രിസ്ഥാനങ്ങളുമായിരിക്കും ലഭിക്കുക.